നമസ്കാരം, ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. വൈശാഖ മാസത്തിലെ മറ്റൊരു പ്രധാന ദിവസമാണ് ഈ വരുന്നത്. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് മോഹിനി ഏകാദശി. ഭഗവാന് ഏറെ പ്രിയപ്പെട്ട മാസമായ ഈ വൈശാഖ മാസത്തിൽ വരുന്ന ഏകാദശിക്കും വളരെയേറെ പ്രാധാന്യമുണ്ട്. വൈശാഖ മാസത്തിൽ വിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം ഭൂമിയിലെങ്ങും ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം ഏകാദശി വ്രതവും മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വൈശാഖ മാസവും ചേർന്ന് വരുന്നത് ഈ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമായ വ്യാഴാഴ്ച എന്ന ദിവസം കൂടിയാണ് എന്ന പ്രത്യേകതയാണ് ഈ മോഹിനി ഏകാദശിക്കുള്ളത്. നാഗങ്ങളിൽ ശ്രേഷ്ഠൻ ശേഷനും പക്ഷികളിൽ ശ്രേഷ്ഠൻ ഗരുഡനും മനുഷ്യരിൽ വെച്ച് ശ്രേഷ്ഠൻ ബ്രാഹ്മണനും ദേവന്മാരിൽ വിഷ്ണുവും എപ്രകാരമാണോ അതുപ്രകാരമാണ് ഏകാദശി വ്രതവും. ഏകാദശി വ്രതം നോറ്റാൽ സകല പാപങ്ങളും നീങ്ങി ഭഗവാന്റെ അനുഗ്രഹവും ശേഷം ഭഗവത് പാദം പൂകാനും സാധിക്കുമെന്നാണ് പറയുന്നത്. മോഹിനി ഏകാദശി വരുന്നത് മെയ് 8 വ്യാഴാഴ്ചയാണ്. തലേ ദിവസമായ ദശമി നാളിൽ ഒരിക്കലുണ്ട് ഏകാദശി ദിവസം വ്രതമെടുത്ത് ദ്വാദശിയിൽ പാരണ വീടണം. വ്രതരീതിയെക്കുറിച്ച് വിശദമായി പറയാം. അതിനു മുൻപായി മോഹിനി ഏകാദശി വ്രതകഥ ഇങ്ങനെയാണ്. ഹൈന്ദവ ഐതിഹ്യപ്രകാരം മഹാവിഷ്ണുവിന്റെ ഒരേ ഒരു സ്ത്രീ അവതാരമാണ് മോഹിനി. പാലാഴി മഥനത്തിന് ശേഷം അമൃത് തട്ടിയെടുത്ത അസുരന്മാരിൽ നിന്നും അത് തിരികെ കൈക്കലാക്കാനാണ് മഹാവിഷ്ണു മോഹിനി അവതാരം ആദ്യമായി സ്വീകരിച്ചത്. ഭഗവാൻ മഹാവിഷ്ണു മോഹിനി രൂപം ധരിച്ചതറിഞ്ഞ് മഹാദേവനും ഒന്നുകൂടി ആ മോഹിനി രൂപം കാണണമെന്ന് ആഗ്രഹമുണ്ടായി. ആ ഭക്തന്റെ ആഗ്രഹത്തിനും സ്നേഹത്തിനും മുൻപിൽ ഭഗവാന് അത് സാധിച്ചു കൊടുക്കേണ്ടി വന്നു. ഭക്തന്റെ കാര്യം വരുമ്പോൾ ഭഗവാൻ അതെല്ലാം മറക്കും. ജഗൽപിതാവായി സ്നേഹം ആവോളം പകർന്നു. എന്നിട്ടും മതിയാകാതെ ഉണ്ണിക്കണ്ണനായി എല്ലാവരുടെയും ഉള്ളിലേക്ക് ആനന്ദം പകർന്ന് കാരുണ്യവും ചൊരിഞ്ഞു. ഉണ്ണിക്കണ്ണനായ സമയത്ത് തനിക്കു വേണ്ടി ദേവകീദേവി അനുഭവിച്ച എല്ലാ ദുരിതങ്ങളും കംസനിഗ്രഹത്തിനു ശേഷം പരസ്പരം കണ്ടപ്പോൾ ആ മാതൃവാത്സല്യത്താൽ അലിഞ്ഞുപോയത് കണ്ട കണ്ണന് കണ്ണു നിറഞ്ഞു. അപ്പോൾ കണ്ണന് തോന്നി തനിക്കും ഒരമ്മയാകണമെന്ന്. കാരണം മാതൃവാത്സല്യത്തിൻ്റെ ആ സുഖം അത് പകരാൻ മാതാവായാൽ മാത്രമേ അത് പകരാൻ കഴിയുകയുള്ളൂ. അതിനു വേണ്ടിയാണ് ഭഗവാൻ മോഹിനി വേഷം കെട്ടിയത്. ഭഗവാന് തൻ്റെ ഭക്തന്റെ മഹത്വം നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ തൻ്റെ ഭക്തോത്തമനായ മഹാദേവനെ ഇതിനായി നിയോഗിച്ചത്. ആ ശങ്കരനാരായണ സംഗമത്തിൽ മഹാദേവൻ ഭഗവാന് സമർപ്പിച്ചത് തൻ്റെ പ്രേമഭക്തിയാണ്. ആ ഭക്തിയുടെ മൂർത്തി രൂപമാണ് മണികണ്ഠനായത്. മണികണ്ഠന്റെ അമ്മയായി മാതൃഭാവം, സ്നേഹം, വാത്സല്യം, അങ്ങനെ എല്ലാവിധത്തിലും തൻ്റെ ഭക്തനെ സ്നേഹിക്കാൻ, എപ്പോഴും തന്നോട് ചേർത്ത് പിടിക്കാൻ ഭഗവാൻ മോഹിനിയായി. ഈ മോഹിനി ഏകാദശിയുടെ വ്രതമഹാത്മ്യ കഥ പറയാം. ഇത് പണ്ട് ശ്രീരാമചന്ദ്രൻ തൻ്റെ ഗുരുവായ വസിഷ്ഠ മഹർഷിയോട് ചോദിച്ചതാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ വനവാസകാലത്ത് സീതാദേവിയെ പിരിഞ്ഞിരിക്കുന്ന സമയത്ത് ദുഃഖം അനുഭവിക്കുമ്പോഴാണ് എങ്ങനെയാണ് ജീവിതമാകുന്ന ഈ ദുഃഖസാഗരത്തിൽ നിന്ന് കരകയറാൻ എല്ലാ ജനങ്ങളും അനുഭവിക്കുന്ന ദുഃഖ നിവൃത്തിക്കായി എന്ത് വ്രതമാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് ശ്രീരാമദേവൻ വസിഷ്ഠ മഹർഷിയോട് ചോദിച്ചു. അപ്പോൾ ഈ വ്രതകഥയാണ് വസിഷ്ഠ മഹർഷി ഉപദേശമായി ശ്രീരാമദേവന് നൽകിയത്. ഭദ്രാവതി എന്ന നഗരത്തിൽ ധനികനായ ഒരു വൈശ്യൻ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ പേര് ധനപാലൻ എന്നായിരുന്നു. അദ്ദേഹം ധാരാളം സത്പ്രവൃത്തികൾ ചെയ്യുന്നവനും ഭഗവത് ഭക്തനുമായിരുന്നു. അദ്ദേഹത്തിന് 5 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ 4 മക്കൾ അദ്ദേഹത്തെ പോലെ തന്നെ നല്ലവരായിരുന്നു. എന്നാൽ 5ാമനാകട്ടെ അദ്ദേഹത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആയിരുന്നു. ദുഷ്ടബുദ്ധി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അതുപോലെ തന്നെ ദുഷ്ടമായ അല്ലെങ്കിൽ നീചമായ പ്രവൃത്തികളാണ് അദ്ദേഹം ചെയ്തിരുന്നത്. സകല വിധത്തിലുള്ള പാപങ്ങളും ചെയ്യുമായിരുന്നു. മദ്യപാനം, ചൂതുകളി, സ്ത്രീകളുമായുള്ള ബന്ധം, അങ്ങനെയാണ് പോയിരുന്നത്. എന്നാൽ ഇതെല്ലാം സഹിക്കാൻ വയ്യാതായപ്പോൾ വീട്ടിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കി.
ഇനി വീട്ടിലേക്ക് വരണ്ട എന്നും പറഞ്ഞുകൊണ്ട്. അതിനുശേഷം അദ്ദേഹം നഗരത്തിൽ താമസിക്കാൻ തുടങ്ങി. തൻ്റെ കൈവശമുണ്ടായിരുന്ന ആഭരണങ്ങളും പണങ്ങളും എല്ലാം തീർന്നതിനു ശേഷം അദ്ദേഹം കൊള്ള ചെയ്യാനും തുടങ്ങി. മോഷണവും പിടിച്ചുപറിയുമെല്ലാം തുടങ്ങിയതോടെ അദ്ദേഹത്തെ രാജാവ് രാജ്യത്തു നിന്നും പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു. ജീവൻ വേണമെങ്കിൽ കാട്ടിലേക്ക് പോയിക്കൊള്ളാൻ രാജാവ് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കാട്ടിലേക്ക് പോയി. അവിടെയും കുറച്ചുനാൾ സന്തോഷമായി ജീവിച്ചു. കാട്ടിൽ കാണുന്ന പക്ഷികളെയും മൃഗങ്ങളെയെല്ലാം വേട്ടയാടി ചുട്ടുതിന്നും ചോലയിലെ വെള്ളം കുടിച്ചും അദ്ദേഹം ജീവിച്ചു. എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഏകാന്തവാസം മടുത്തു തുടങ്ങി. അങ്ങനെ അദ്ദേഹം കാട്ടിലൂടെ നടന്നു പോയപ്പോൾ ഒരു ആശ്രമം കാണാൻ ഇടവന്നു. അവിടെ അദ്ദേഹം ചെന്നു നോക്കിയപ്പോൾ അത് ഒരു കൗഡല്യ മഹർഷിയുടെ ആശ്രമമായിരുന്നു. മഹർഷിയെ കണ്ടപ്പോൾ അദ്ദേഹം നമസ്കരിക്കുകയും തൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ കാര്യങ്ങളും മഹർഷിയുമായി പങ്കുവയ്ക്കുകയും ചെയ്തു. ഇത്രയും പാപകർമ്മങ്ങൾ ചെയ്ത തനിക്ക് ഇനി എങ്ങനെയാണ് ഈ പാപങ്ങളിൽ നിന്ന് മോചിതനാകാൻ സാധിക്കുക എന്ന് മഹർഷിയോട് ചോദിച്ചപ്പോൾ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ ഉപദേശിച്ചു. അതിനുശേഷം അദ്ദേഹത്തെ മഹർഷി അനുഗ്രഹിക്കുകയും ചെയ്തു. മഹർഷി പറഞ്ഞതനുസരിച്ച് അതിവൈശിഷ്ട്യമായ ആ മോഹിനി ഏകാദശി വ്രതം പൂർണ്ണ ഭക്തിയോടെ എടുക്കുകയും ഭഗവാൻ അനുഗ്രഹിച്ച് അദ്ദേഹത്തിന് മോക്ഷം ലഭിച്ചുമെന്നുമാണ് കഥ. ഇവിടെ എത്ര ദുഷ്ടനാണെങ്കിൽ പോലും ഏകാദശി വ്രതത്തിലൂടെ സർവ പാപങ്ങളും കഴുകിക്കളയാനും ഭഗവാനിൽ ചേരാനും ഭഗവത് ഭക്തിയോടെ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ സാധിക്കുമെന്നും കണ്ടു. ഇതാണ് ഏകാദശി വ്രത മഹാത്മ്യ കഥ. വ്രതമെടുക്കേണ്ട രീതിയെല്ലാം ഏവർക്കും അറിയാം. എങ്കിലും ആദ്യമായി വ്രതമെടുക്കുന്നവർക്കായി പറയാം. ഏകാദശി വ്രതം 3 ദിവസങ്ങളായിട്ടാണ് എടുക്കുന്നത്. ഏകാദശി വരുന്നത് മെയ് 7, 8, 9 ദിവസങ്ങളിലായാണ്. മെയ് 7-ാം തീയതിയാണ് ദശമി തിഥി വരുന്നത്. ദശമിയിൽ ഒരിക്കലുണ്ട്. ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ അരിയാഹാരം കഴിക്കാവൂ. പഴങ്ങൾ കഴിക്കാം. വ്രതത്തിനു വേണ്ടി ഒരുങ്ങുന്നതാണ് ദശമി നാൾ. ശരീരത്തിനെയും മനസ്സിനെയും ശുദ്ധമാക്കിക്കൊണ്ട് വേണം വ്രതം അനുഷ്ഠിക്കാൻ. ഏകാദശി നാളിൽ വ്രതം അനുഷ്ഠിക്കണം. ഏകാദശി ദിവസം അതിരാവിലെ കുളിച്ച് ശുദ്ധിയായി ഭഗവാനെ നെയ്ദീപം തെളിയിച്ച് ഭഗവാന് പ്രിയപ്പെട്ടതെന്തും സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. കഴിവിനനുസരിച്ച് എന്തും ഭഗവാന് സമർപ്പിക്കാം. ഭഗവാന് നേദിച്ചത് അല്ലെങ്കിൽ സമർപ്പിച്ച പഴവർഗ്ഗങ്ങളോ പാലോ കുടിച്ചുകൊണ്ട് വേണം വ്രതം എടുക്കാൻ. അല്ലാതെ ജലം മാത്രം കുടിച്ചുകൊണ്ടും ഇതൊന്നുമില്ലാതെ തന്നെയും വ്രതമെടുക്കുന്നവരുമുണ്ട്. അത് കഠിനമായ വ്രതമാണ്. എങ്ങനെയാണോ വ്രതമെടുക്കാൻ സാധിക്കുന്നത് എന്നത് അവരവരുടെ ആരോഗ്യത്തിനനുസരിച്ചാകാം. പകലുറക്കം, തേച്ചുകുളി എന്നിവ ഏകാദശിക്ക് പാടില്ല. അരി ഭക്ഷണവും ധാന്യങ്ങളും അന്നേ ദിവസം പൂർണ്ണമായും ഉപേക്ഷിക്കണം. നാമജപങ്ങളും കീർത്തനങ്ങളും പുണ്യഗ്രന്ഥ പാരായണവും ഉത്തമമാണ്. ഭഗവത്ഗീത, ഭാഗവതം, നാരായണീയം എന്നീ ഗ്രന്ഥങ്ങൾ വായിക്കുന്നതും ശ്രേഷ്ഠമാണ്. ദശമി ദിവസം തന്നെ തുളസി പറിച്ചു വെക്കുന്നതാണ് ഉത്തമം. ഭഗവാന് ഏറെ പ്രിയപ്പെട്ട തുളസി ഏകാദശി ദിവസം പറിക്കാൻ പാടില്ല. ദശമി നാളിൽ തന്നെ തുളസിയിലകൾ പറിച്ചു വെക്കാവുന്നതാണ്. തുളസി ദേവിയും ഏകാദശി വ്രതം അനുഷ്ഠിക്കുമെന്നതിനാൽ തന്നെ തുളസി ദേവിക്ക് അന്ന് ഏകാദശി ദിവസം ജലമർപ്പിക്കാൻ പാടില്ല. തുളസിക്ക് നെയ്ദീപം സമർപ്പിക്കുന്നതും ഉത്തമമാണ്. സാധിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം 2 നേരവും ആകാം. രാവിലെയും വൈകുന്നേരവും ഭഗവാന് വഴിപാടുകൾ സമർപ്പിക്കുന്നതും ഉത്തമമാണ്. പുരുഷ സൂക്തം, ഭാഗ്യസൂക്തം എന്നീ അർച്ചനകൾ ചെയ്യുന്നതും ഉത്തമമാണ്. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ കിടക്ക ഒഴിവാക്കുന്നതാണ് നല്ലത്. അശുദ്ധി സമയങ്ങളിലും കിടക്കകൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അത് ഒഴിവാക്കണമെന്ന് പറയുന്നത്. പായയോ വിരിപ്പോ ആകാം ശയിക്കുന്നത്. ഏകാദശി തിഥി 2025 മെയ് മാസം 7 രാവിലെ 10:20 മുതൽ മെയ് മാസം 8 ഉച്ചയ്ക്ക് 12:29 വരെയാണ്. പാരണ സമയം മെയ് 9 രാവിലെ 5:25 മുതൽ 8:28 വരെയാണ്. ഹരിവാസരം സമയം തുടങ്ങുന്നത് മെയ് 8 രാവിലെ 7:05 മുതൽ വൈകിട്ട് 7:06 വരെയാണ്. ഹരിവാസര സമയങ്ങളിൽ ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും നാമങ്ങൾ ജപിക്കുന്നതും വളരെയേറെ ഗുണം ചെയ്യും.
ആ സമയത്ത് ഭഗവാനോടൊപ്പം ചേർന്നിരിക്കുക എന്നതാണ് വേണ്ടത്. ക്ഷേത്ര ദർശനവും നാമജപങ്ങളാലും എപ്പോഴും ഭഗവാനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കണം. ഇനി ദ്വാദശി ദിവസം വ്രതം വീടിയതിനു ശേഷം പാരണ സമയം നോക്കി തന്നെ വേണം വ്രതം വീടാൻ. വ്രതം വീടിയ അന്നു തന്നെ മാംസാഹാരങ്ങളോ മറ്റു നിഷേധ്യമായ മറ്റു വസ്തുക്കളൊന്നും തന്നെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പകലുറങ്ങാതെയും നോക്കണം. അങ്ങനെ ആ ദിവസം കഴിച്ചു കൂട്ടിയാൽ 3 ദിവസത്തെ അതികഠിനമായിട്ടുള്ള ഏകാദശി വ്രതം പൂർണ്ണമാകും. അങ്ങനെ ഏകാദശി വ്രതം പൂർണ്ണ നിഷ്ഠയോടുകൂടി അനുഷ്ഠിക്കുന്നവരാരോ അവർക്ക് ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കുമെന്നത് നിസ്തർക്കമായ കാര്യമാണ്. എല്ലാവരും ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ ശ്രമിക്കുക. ഏവർക്കും ഈ ഏകാദശി വ്രതം ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഭഗവാന് സമർപ്പിക്കാൻ സാധിക്കട്ടെ. എല്ലാവരും ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.